കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന അമച്വർ നാടകോത്സവം മാറ്റുലി 2024 എന്ന പേരിൽ തുടങ്ങി. പറവൂർ വഴിക്കുളങ്ങര രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ സ്വാഗത സംഘം ചെയർമാൻ PK സോമൻ പതാക ഉയർത്തി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആർട്ടിസ്റ്റ് സുജാതൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു, മനയത്ത് ചന്ദ്രൻ, ഡോക്ടർ PK ഗോപൻ, KM ബാബു, G കൃഷ്ണകുമാർ, P തങ്കം, യേശുദാസ് പാറപ്പള്ളി, MR സുരേന്ദ്രൻ, ഷെറീന ബഷീർ, PK രമാദേവി എന്നിവർ സംസാരിച്ചു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ പുസ്തക പ്രദർശനം PVK പനയാൽ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 3ാമത് നാടകോത്സവത്തിനാണ് ഇന്നിവിടെ തിരിതെളിഞ്ഞിരിക്കുന്നു. ഈ നാടകോത്സവം മാറ്റുലി എന്ന പേരിലാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലൈബ്രറി കൗൺസിലിൻ്റെ ചുമതലക്കാരിൽ ഒരാൾ എന്ന നിലയിലും ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നാടക മത്സരം നടത്തുന്നു എന്നതുകൊണ്ട് മാത്രം ആണ് വാസ്തവത്തിൽ 2 വാക്യങ്ങൾ ഞാനിവിടെ പറയാൻ മെനക്കെടുന്നത്. വർഷം ഏറ്റെടുത്ത ഉടനെ തന്നെ ആദ്യം അന്തർദേശീയ നാടകോത്സവം ഇഫോക്ക് എന്ന പേരിൽ തൃശ്ശൂർ നടത്തിയ നാടകത്തിൽ ഒരുവിധം എല്ലാ നാടകങ്ങളും കണ്ടൊരു അനുഭവം എനിക്കുണ്ട്. എന്തൊക്കെയാണ് മനസ്സിലായത് എന്ന് ചോദിച്ചാൽ, ഇന്ന് സ്ഥിരമായിട്ട് നാടകം കാണുന്ന ആൾക്കാരെക്കാളും കുറച്ച് ഭേദം ഞാനായി എന്നൊരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം സ്ഥിരമായിട്ട് നാടകം കാണുന്ന വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു ആത്മസുഹൃത്തിനോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് എന്താണ് മനസ്സിലായത്, ഞാൻ വന്നു എനിക്കിന്നതാണ് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ്, താനാണ് എന്നേക്കാൾ ഭേദം. ആ ഒരു സമാധാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നാടകത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത് നമ്മളുടെ ലൈബ്രറി കൗൺസിൽ തന്നെയാണ്. ഒരു 50-60 കാലഘട്ടത്തിലൊക്കെ ഞാൻ കോട്ടയത്താണ് എൻ്റെ ജീവിതം. കോട്ടയത്ത് വായനശാല, ധാരാളം വായനശാല. എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ഭാരതീവിലാസം ഗ്രന്ഥശാല. ഓരോ 2-3 കിലോമീറ്റർ മാറുമ്പോഴെല്ലാം ഗ്രാമങ്ങൾ, ഉൾപ്രദേശങ്ങളൊക്കെ വളരെ സജീവമായിട്ട് വായനശാലകൾ നമ്മളുടെ ജനങ്ങൾ ഏറ്റെടുത്തിരുന്ന ഒരു കാലം. അന്ന് ആ വായനശാലകളുടെയൊക്കെ വാർഷികത്തിന് ഒരു നാടകം സംഘടിപ്പിക്കുക ഒരു സർവ്വസാധാരണ അനുഭവമായിരുന്നു. PVK പനയാൽ, ലൈബ്രറി കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീജയ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, സഹോദരന്മാരെ, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നാടകത്തിൻ്റെ നാൾ വഴി നാടകകൃതികൾ പഠനങ്ങൾ പുസ്തക പ്രദർശനം ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ ശ്രീ PVK പനയാൽ. ഈ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം ഞാൻ രാവിലെ തന്നെ നിർവഹിച്ചു കഴിഞ്ഞു. ആദ്യമായി ഞാൻ ഇവിടെ എത്തുകയും അപ്പോഴേക്കും ഈ പ്രദർശന സാമഗ്രികളെല്ലാം നിരത്തി വളരെ ഭംഗിയായി വയ്ക്കുകയും ചെയ്തിരുന്നു. അത് മുഴുവൻ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തു. ബേബി മാഷിൻ്റെ പെയിൻറ്റിങ് ഇവിടെ നമുക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ PK ഗോപൻ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം. ഈ ചടങ്ങിൻ്റെ ഏറ്റവും ചാരുതയാർന്ന ഒരു വശം കേരളത്തിൻ്റെ സ്വന്തം നാദരൂപമായ ചെണ്ടയെ ലോകമാകെ പടർത്തിയ മലയാളികൾ എവിടെയുണ്ടോ അവരുടെ മനസ്സിലെല്ലാം ചേക്കേറിയിട്ടുള്ള ഒരു പേരാണ് ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി. എറണാകുളം ജില്ലയിലെ എല്ലാ ഗ്രന്ഥശാലകൾക്കും താൻ എഴുതിയ ഒരു പുസ്തകം മനോജ് വാസു, നമ്മുടെ ജില്ലയിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മനോജ് വാസു
എഴുതിയ പുസ്തകം എല്ലാ വായനശാലകൾക്കും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഔപചാരികമായ തുടക്കം ഇവിടെ ആരംഭിക്കുകയാണ്. മനോജ് വാസു എഴുതിയ പുസ്തകം തങ്ക ടീച്ചറിനാണ് നൽകിക്കൊണ്ട് അത് നിർവഹിക്കുക. ടീച്ചറെ ശരി. ന്യൂസുകൾ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.